എല്ലാവർക്കും ട്രിപ്പിൾ മാജിക് വേർഡ്സ് മലയാളം ടാറോ ട്രേഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് 2025 നിങ്ങളുടെ പ്രണയത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് എന്ത് മാറ്റമാണ് ഉടൻ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ആ 2025 പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ പ്രണയിക്കുന്നവരുടെ വർഷമായിരിക്കും 2025 എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമായിരിക്കും 2025 പ്രണയ കാലഘട്ടം കൊണ്ടുവന്ന് തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സ്നേക്ക് ഇയർ ആണ്. സ്നേക്ക് നാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണ ചേരുന്നവരാണ്, അതുപോലെ തന്നെ ഇണയോട് വളരെയധികം ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവർ കൂടിയാണ്. അപ്പോൾ ഒരു സ്നേക്ക് ഇയർ ആയതുകൊണ്ട് തന്നെ അതിൽ എക്സ്ട്രീം ലെവൽ ഓഫ് ലവ് ഹാപ്പിനെസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2025. നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് 2025 സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് 2 ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ആദ്യത്തേത് പാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. രണ്ടാമത്തേത് ഡീർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. ഇതിൽ ഏത് കാർഡാണ് നിങ്ങളെ കോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. തിരഞ്ഞെടുക്കാത്ത വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്ത് ബ്ലെസ്സിങ്സ് ഒക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു 2025 കാലഘട്ടം പ്രണയ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഫീമെയിൽ. ഓക്കെ, നിങ്ങൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മെയിൻ ഫീമെയിലിനെ, അതായത് നിങ്ങളുടെ സഖിയെ, നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ടുള്ള പേഴ്സണെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മെയിൻ മെയിലിനെ, ഓക്കെ, ഡിവൈൻ ഫെമിനൻ ആൻഡ് ഡിവൈൻ മാസ്കുലൈൻ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡെസ്റ്റിനി പേഴ്സണെ നിങ്ങൾക്ക് ഈ ഒരു 2025 നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒരു ഡിവൈൻ ഫെമിനൻ ഡിവൈൻ മാസ്കുലൈൻ എനർജി നിങ്ങൾക്ക് പങ്കിടാൻ കഴിയും. അതായത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഓൾറെഡി ആ വ്യക്തിയുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ബ്യൂട്ടിഫുൾ ജേണി 2025 തരും. അല്ലാത്ത വ്യക്തികൾ, സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളോ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്കും നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻറ്റിനെ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൈനെ കണ്ടുപിടിച്ച് തരുന്ന ഒരു വർഷമായിരിക്കും 2025 എന്നാണ് പറയുന്നത്. ഒരു ഹാപ്പി ന്യൂസ് ആണ് അല്ലേ? അതൊരു ഗിഫ്റ്റ് പോലെയാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ചൈൽഡ്. വാവ്, ആരെങ്കിലുമൊക്കെ കുട്ടികൾക്കായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുട്ടിയെയും യൂണിവേഴ്സിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാരേജ്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. കാർഡ്സ് എടുത്തിട്ട് റീഡ് ചെയ്യാം. ഓരോ കാർഡ്സും ഒന്നൊന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ കമ്മ്യൂണിറ്റി ഹാപ്പി ഫാമിലി ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മെച്യൂർ മാൻ. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കാണുന്നത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളെ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാകുന്ന ആ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെയധികം മെച്യൂർഡ് ആയിട്ട് പക്വതയോടെ ഇടപഴകുന്ന ഒരു സമയമായിരിക്കും 2025 എന്നാണ് പറയുന്നത്. അതായത് പക്വത. ഇപ്പം നമ്മൾ ഒരു ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റിൽ ഓൺ ആൻഡ് ഓഫ് എനർജി ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, സ്റ്റക്നെസ് ഉണ്ടാവും, ഡിസിഷൻ മേക്കിങ്ങിന് പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും, ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ബട്ട് ഇപ്പോൾ ആ പേഴ്സൺ മെച്യൂർഡ്, അതായത് പക്വതയോടെ പെരുമാറുന്നു. അപ്പോൾ കാര്യങ്ങളെ നല്ല രീതിയിൽ വീക്ഷിച്ച് അതിൽ ഈ ഓൺ ആൻഡ് ഓഫ് എനർജിയൊക്കെ മാറ്റി വെച്ച് നല്ല പക്വതയോടെ ബിഹേവ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് 2025 ആ ഒരു സമയം എന്ന് കാണിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ 2025 നിങ്ങൾക്കൊരു ബേബിയെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് സന്തോഷം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എസ്പെഷ്യലി 3 എന്ന് പറയുന്ന നമ്പർ, ഓക്കെ, 3 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 3-ാം തീയതി ജനിച്ച വ്യക്തികൾ, 21-ാം തീയതി ജനിച്ച വ്യക്തികൾ, 12-ാം തീയതി ജനിച്ച വ്യക്തികൾ, 30-ാം തീയതി ജനിച്ച വ്യക്തികളൊക്കെ 3 എന്ന് പറയുന്ന നമ്പറിൽ വരുന്ന ആൾക്കാരാണ്. ആ ഒരു ബർത്ത് സംഖ്യയിൽ ജനിച്ച വ്യക്തികൾക്കൊക്കെ വിവാഹയോഗം വളരെ നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ ഞാനൊന്ന് എടുത്ത് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ വിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഒരു ഓഫർ ഈ 2025 തരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല അല്ലാത്തവർക്കും പറ്റും കേട്ടോ. ഈ 3 എന്ന് പറയുന്ന നമ്പർ പലതരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്. സോ
അല്ലാത്തവർക്കും ഇതിനുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ജൂപ്പിറ്ററിന്റെ സാന്നിധ്യമുള്ളവർക്കൊക്കെ വിവാഹത്തിനുള്ള യോഗമുള്ള ഒരു സമയമാണ് 2025 എന്ന് പറയുന്നത്. ആരെങ്കിലും കുറേ നാളായിട്ട് ആരുടെയെങ്കിലും മെസ്സേജ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൺഫർമേഷൻ ലെറ്റർ, ഓക്കെ, കൺഫർമേഷൻ അതായത് എന്താ ഉറച്ച് ഒരു തീരുമാനം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഒരു പ്രണയത്തിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടും വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിട്ടും വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. അവർക്കൊക്കെ ഒരു പെർമനന്റ് ആയിട്ടുള്ള, അതായത് ഡിസിഷൻ അബ്സൊല്യൂട്ട് റൈറ്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ലഭിക്കുന്ന ഒരു സമയമാണ്. കറക്റ്റായിട്ട് ഇനി വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പങ്കാളി കുറേ നാളുകളായിട്ട് നിങ്ങളെ ഫാമിലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മടിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ 2025 അവർ പക്വതയോടെ ബിഹേവ് ചെയ്ത് ഫാമിലിക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് രണ്ട് ഫാമിലിയും കൂട്ടിയിണക്കുന്ന ഒരു സാഹചര്യം, വീട്ടുകാരെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു, ഇത് കൂടുതലും പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നത്. ബട്ട് ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒരു 30% ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യേണ്ട, മൂവ് ഓൺ ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു ആൻസറും ആവാം. പക്ഷെ അതും നിങ്ങൾക്ക് ഗുണമാണ് അല്ലേ. നിങ്ങളുടെ ലൈഫിൽ കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരുന്നു, ബട്ട് ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല ഇത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നുള്ള സ്റ്റക്നെസ് ഉണ്ട്. അപ്പോൾ അത് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു പെർമനന്റ് ആൻസർ അവിടെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ന്യൂ ബിഗിനിങ് ആരംഭിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ ഒരു 30% ആൾക്കാർക്ക് മൂവ് ഓൺ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാം. പക്ഷെ അത് ഒരു പ്രോബ്ലം ഒന്നുമല്ല. നിങ്ങൾക്ക് ആ ഒരു 70% ആൾക്കാർക്കും പോസിറ്റീവായിട്ടുള്ള ആൻസറാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് റീകൺസിലിയേഷനും ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റും ആണ് ഓഫർ ചെയ്യുന്നത്. ബാക്കി ഒരു 30% ആൾക്കാർ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 30% ആൾക്കാർക്കും കൂടി ഫേവറബിൾ ആയിട്ട്, നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആ പേഴ്സൺ എടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇയർ ആണ് 2025 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കാളികൾക്ക് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വർഷമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെർഫെക്റ്റ്ലി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോളോ ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ പ്രണയ കാലഘട്ടവും ബ്യൂട്ടിഫുൾ ആവും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീനസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും മന്ത്രം, അതൊക്കെ നിങ്ങളുടെ ബാക്കിയുള്ള വ്യക്തികൾക്ക് 30% പേര് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് നിങ്ങളുടെ പ്രണയ കാലഘട്ടം ബ്യൂട്ടിഫുൾ ആക്കാൻ സഹായിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയുടെ എനർജി നോക്കിയിട്ട് എത്ര പെർസെൻറ്റേജ് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം അത് യൂസ് ചെയ്യും. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഏതാണ് ഓറ റിലേറ്റഡ് സ്പിൽ, അതായത് ഓരോ വ്യക്തിയുടെ ഓറ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നതെന്ന് ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാത്തത് അതുകൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കുറച്ച് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലാതെ എല്ലാവരും ഒന്ന് തന്നെ യൂസ് ചെയ്താൽ എല്ലാവർക്കും റിസൾട്ട് ഉണ്ടായിക്കണമെന്നില്ല. ഓരോ വ്യക്തിയും യൂണിവേഴ്സലായിട്ടുള്ള എനർജി ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറൻസ് ആണ്. സോ അതൊരു വ്യത്യാസമുണ്ടോ. ഓക്കെ, അപ്പം ഞാനത് പറയുന്നു, നിങ്ങൾ ഓരോന്ന് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം, വൈബ്രേഷൻ വ്യത്യാസം ഫീൽ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദ ഗ്രേറ്റ് ഫോർച്യൂൺ ആണ് 2025 to 26 വരെ നിങ്ങൾക്കുള്ളത്. ആ ഒരു അവസരത്തിൽ നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബറിലുള്ള മാനിഫെസ്റ്റേഷൻ തന്നെ നിങ്ങളുടെ 2025 ബ്യൂട്ടിഫുൾ ആക്കിയേക്കാം. The soulmate, the flirt, okay, playfulness, സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾക്ക് പ്രാധാന്യമേറെയുള്ള ഒരു വർഷമാണ് 2025. സെക്ഷൽ യൂണിയന് സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് 2025. അത് നിങ്ങൾ വേണ്ട വിധത്തിൽ തീരുമാനിച്ച് ഡിസിഷൻ എടുക്കുക. ഞാൻ എല്ലാവരോടും സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് പെട്ടെന്ന് വീണ് പോകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് 2025 കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലേർട്ടി മൈൻഡ് സെറ്റ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു കുറച്ച് പ്രണയത്തിന് കുറച്ച് ആധിപത്യം കൂടുതലുള്ള വർഷമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലും കുറച്ച് റൊമാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഇണയോട് അല്ലെങ്കിൽ നമ്മളുടെ പങ്കാളിയോട് പ്രകടിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. ഓക്കെ, ആൻഡ് ദെൻ സോൾമേറ്റ് ആയിട്ടുള്ള ബന്ധമാണ് കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് സോൾമേറ്റ് കണക്ഷൻസിനാണ് കൂടുതൽ വിജയം. ഇപ്പം നമ്മളുടെ ഇതിൽ തന്നെ നോക്കുമ്പോൾ
ലോകത്ത് നോക്കുകയാണെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരിൽ ഒരു 90% ആൾക്കാരും സോൾമേറ്റ് കണക്ഷനിലുള്ളവരാണ്. കാരണം പാസ്റ്റ് ലൈഫ് കർമ്മയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കുറേ ടോക്സിക് എലമെന്റ് ഉണ്ടാവും. ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ 0.2% ആൾക്കാരൊക്കെ ടിൻ ഫ്ലെയിം ജേണിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സോൾമേറ്റ് എനർജി, യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ്. നിങ്ങളുടെ സോൾമേറ്റിനെ, അത് ഏത് കാർഡിൻ്റെ നേരെ നമുക്ക് ആ കാർഡ് വന്നേക്കുന്നത് പക്ഷേ മാരേജ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ഫാമിലി ലൈഫിനെ കാണിക്കുന്ന ഒരു എനർജിയുടെ നേർക്കാണ് സോൾമേറ്റ്. നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു 2025 എന്ന് പറയുന്നത്. അത് വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആൻഡ് ദ പ്ലേഫുൾനെസ് to recapture romance, allow your inner youthful spirit of fun to shine. ഇവിടെ നമുക്കൊരു ഏജ് കാറ്റഗറി ഒന്നും തന്നെയില്ല. ഏത് പ്രായത്തിലുള്ള വ്യക്തികൾക്കും പ്രണയത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2025. കാളിംഗ് യുവർ സോൾമേറ്റ്. സോൾമേറ്റിനാണ് പ്രാധാന്യം ഈ ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ ഹെൽപ്പ് ബ്രിങ് യു ടുഗദർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രേയേഴ്സ്, നിങ്ങളുടെ വിഷ്വലൈസേഷൻ, നിങ്ങളുടെ അഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ചിലരുടെ കാര്യത്തിൽ അൺറിക്വറ്റഡ് ലവ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഈ 2025 പ്രണയിക്കുന്നവരുടെ വർഷമായതുകൊണ്ട് തന്നെ ഓഫർ ചെയ്യുന്നത്. അത് മിസ്യൂസ് ചെയ്യാതെ, അതായത് മിസ്യൂസ് ചെയ്യരുതെന്നല്ല, മിസ് ചെയ്ത് കളയാതിരിക്കാം. മിസ്യൂസ് ഓൾസോ ചിലരൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഫോഴ്സുകളെ കൂടി വലിച്ചെടുക്കാൻ നോക്കും. അത് മാറ്റിയെടുക്കുക. കാരണം നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ഒരെണ്ണത്തിനെ തന്നെ കൺവേർട്ട് ചെയ്ത്, അതായത് അതിനെ അതുപോലെ തന്നെ പറിച്ചു നടാതിരിക്കുക. അതിനാണ് നമ്മൾ അഫർമേഷൻസ് സ്പെല്ലൊക്കെ യൂസ് ചെയ്യുന്നത്. ചില വ്യക്തികൾ ടോക്സിക് ആയിട്ടുള്ള പേർപ്പിൾസ് ഒക്കെ ഉണ്ട്, ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവരെ തന്നെ അതുപോലെ തന്നെ പകർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞു സെക്സിന് പ്രാധാന്യമുള്ളൊരു വർഷമാണ്. അപ്പോൾ ഈ ഒരു സെക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് വീഴുന്ന കാര്യം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. അതായത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ വേണമെന്നും വേണ്ടെങ്കിൽ വേണ്ട എന്നും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്ന ഒരു വർഷമാണ്. ഓക്കെ, ലിസൺ ഇൻറ്റൻറ്റ്ലി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് ലഭിക്കുന്ന, വിവാഹപ്രായമായവർക്കൊക്കെ അത് ലഭിക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് ഈ 2025. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ടേക്ക് കെയർ, ബൈ. ഓക്കെ, രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് 2025 എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രണയ കാലഘട്ടം? എന്തായിരിക്കും നിങ്ങളുടെ പ്രണയത്തിന് സംഭവിക്കുക? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രണയ ജീവിതമായി തീരാൻ നമുക്ക് നോക്കാം. 2025 എന്ന് പറഞ്ഞാൽ സ്നേക്ക് ഇയർ ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മെൻഷൻഡ് ആണ്. ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ബാക്കി നമുക്കിവിടെ റിലേഷൻഷിപ്പിൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്നേക്ക് ഇയർ ആയതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവരുടെ വർഷമായിരിക്കും 2025 എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രണയം എന്താകും, പ്രണയം എന്താകുമെന്നല്ല, പ്രണയ ജീവിതം എന്താകുമെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. സഡൻ വെൽത്ത്, ഓക്കെ, ആൻഡ് ദ ഫാൾസ് പേഴ്സൺ. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഡെസ്പെയർ, മെസ്സേജ് ഓഫ് കൺസേൺ. എടുത്തു ചാടി 2025 നിങ്ങൾ പ്രണയവുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കരുത് എന്നുള്ളൊരു വാർണിംഗ് ഇവിടെയുണ്ട്. എടുത്തു ചാട്ടം അല്ലെങ്കിൽ എടുത്തു ചാടി പറയുന്ന വാക്കുകൾ എല്ലാം നിങ്ങൾക്ക് വിനയായി സംഭവിക്കാം. ഓക്കെ, ബട്ട് ദ തോട്ട്സ് ഈസ് ഓൾസോ ഹിയർ. ദ ഗിഫ്റ്റ്, ദ കോഫിൻ ആൻഡ് ദ ഗ്രേറ്റ് ഫോർച്യൂൺ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് പ്രണയത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നവംബർ, അതെന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആണ്, പക്ഷെ ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് അതിനെ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. എല്ലാവർക്കും നവംബർ എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നവംബർ സമയത്ത് സഡൻ വെൽത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എനർജിക്ക് സഡൻ വെൽത്ത് ഉണ്ടാകുന്ന സമയമാണ്. അത് നിങ്ങൾക്കിടെ പ്രണയ ജീവിതത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ
പങ്കാളിയുടെ ഡേറ്റ് ഓഫ് ബർത്തിലുണ്ടെങ്കിൽ കുറച്ച് കരുതൽ ആവശ്യമാണ്. 8 എന്ന് പറയുമ്പോൾ 8 ആയിട്ട് വരും. അതുപോലെ തന്നെ 17 ഓൾസോ 8 ആണ്. അതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 26 8 എന്ന് പറയുന്ന നമ്പറിൽ വരുന്നതാണ്. ആൻഡ് ഓക്കെ, ഈ പറഞ്ഞ അതായത് 8 എന്ന് പറയുന്ന ജനനസംഖ്യ വരുന്ന വ്യക്തികൾ നിങ്ങളുടെ പങ്കാളിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് അലേർട്ടായിരിക്കണം, കുറച്ച് കരുതലോടെ പ്രവർത്തിക്കണം എന്നുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഏതെങ്കിലും കള്ളങ്ങൾ പറയാനോ അവർ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് നിങ്ങളെ അവിടെ ബിഹേവ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 എന്ന് പറയുന്ന ജനനസംഖ്യയിലുള്ള വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം. കുറച്ച് നിരാശ, കുറച്ച് ഡിപ്രഷനൊക്കെ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കുക. എന്ന് വെച്ച് ഈ ഒരു സ്നേക്ക് ഇയറിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് കിട്ടില്ലെന്നല്ല. അതായത് പ്രണയിക്കുന്നവരുടെ വർഷമാണ്, അല്ലെങ്കിൽ പ്രണയത്തിന്റെ വർഷമാണ് 2025. അപ്പം നിങ്ങൾക്ക് ആ പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില അവസ്ഥകളിൽ നിങ്ങൾക്ക് ഒരു നിരാശ, ഡിപ്രഷനൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില നിരാശ ഉണ്ടാക്കുന്ന മെസ്സേജുകളൊക്കെ നിങ്ങളെ തേടി എത്തിയേക്കാം. അപ്പം അതിന് നിങ്ങൾ കരുതലോടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെയായാലും നിങ്ങൾ ഒരു വ്യക്തി വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തയുള്ള ഒരു ആരെങ്കിലും, അതായത് പുറത്ത് നിന്ന് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളെ ക്രഷായി കാണുന്ന ഒരു അവസ്ഥ ഈ 2025 ഉണ്ടാവും. നിങ്ങളെ മോഹിക്കുന്ന അവസ്ഥ ഈ 2025 ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ ഫോട്ടോസ് കളക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു കുറച്ച് ഭ്രാന്തമായ പരിപാടികൾ ചെയ്യുന്ന ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂ പേഴ്സൺ ആയിരിക്കാം, വട്ടെവർ ഒരു പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റായി നിൽക്കുന്ന ഒരവസ്ഥ, ഒന്നിലധികം പേഴ്സൺസോ നിങ്ങളിൽ അഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ വ്യക്തി, അതിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റായ വ്യക്തി നിങ്ങൾക്കൊരു ഗിഫ്റ്റായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് യൂണിവേഴ്സിൽ തരുന്ന ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ ചൂസ് ചെയ്യാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അത് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? ഒരാൾക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹം, അല്ലാതെ വല്ലാത്ത അട്രാക്ഷൻ, വല്ലാത്ത അഡിക്ഷൻ അത് ഫീൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളൊരു വ്യക്തിയായിരിക്കാം ആ ഒരാൾ എന്ന് കാണുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കുറച്ചൊക്കെ ഉണ്ടാവും. ബട്ട് ദ എൻഡ്, അതായത് 2025 അവസാനമാകുമ്പോഴേക്കും അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങളുടെ പ്രണയം, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫ് എനർജി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലത് കാർമിക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കാം, ചിലത് മാത്രം ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരായിരിക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഹീലിംഗ് സ്റ്റേജ് ഉണ്ടാവും. അതായത് പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും കർമ്മ, നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ റീഡിങ്, അതായത് പാസ്റ്റ് ലൈഫിൽ എന്തായിരുന്നു എന്നുള്ള റീഡിങ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കർമ്മഫലം എന്താണെന്നുള്ള റീഡിങ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടോക്സിക് എലമെൻറ്റ്സ് നിങ്ങളുടെ പങ്കാളിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കുണ്ട്. ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിൽ എനിക്ക് സോൾമേറ്റ് എനർജിക്ക് പ്രാധാന്യം കണ്ടു. അത് പാസ്റ്റ് ലൈഫിലുള്ള വ്യക്തികൾ ഈ ജന്മത്തിൽ സോൾമേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കാർമിക്കും ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു കളിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. ബട്ട് വിഷമിക്കണ്ട. അതായത് നവംബർ മാസം, ഓക്കെ, അല്ലെങ്കിൽ നവംബർ മാത്രമല്ല, ഒക്ടോബർ നവംബർ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ലവ് സ്റ്റാറ്റസ് ബ്യൂട്ടിഫുൾ ആവുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അപ്പോൾ സിംഗിൾസ് ഒക്കെയാണ്, നിങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറേ നാളായിട്ട് ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചതുപോലെ ഒരാളെ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു വർഷമായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പേഴ്സൺ ഒരു വല്ലാതെ മാറിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നൊരവസ്ഥ. അതായത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിന് ഉതകുന്ന വിധത്തിലുള്ള മാറ്റം സംഭവിച്ച വ്യക്തിയെ ആയിരിക്കും നിങ്ങൾക്ക് 2025 തരിക. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് മോശമായി വരുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തെ 2025 നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എന്താണോ ബെറ്റർ അത് യൂണിവേഴ്സിന് അറിയാം, അതായിരിക്കും യൂണിവേഴ്സിന് നിങ്ങൾക്ക് ഓഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സ് ബാക്ക് അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, എക്സ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി മാച്ച് ആയിട്ടായിട്ട് വരാം. മാച്ച് അല്ലാത്തതുകൊണ്ടാണല്ലോ അത് എക്സ് ആയി പോയത്. മനസ്സിലായോ? അത് മാച്ച് ആയിരുന്നെങ്കിൽ ഒരിക്കലും അത് എക്സ് ആവില്ല. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കറക്ഷൻസും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ആ പ്രോബ്ലംസിനെ ഇനി ആവർത്തിക്കാത്ത രീതിയിലുള്ള മാറ്റം ആ പേഴ്സൺ വന്നതിന് ശേഷം മാത്രമേ 2025 നിങ്ങൾക്ക് ആ പേഴ്സണെ ഓഫർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ ആയിരിക്കും.
ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. സോ നിങ്ങൾ ആ പേഴ്സണെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്പെല്ല് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാം ഒരു ചില സമയങ്ങളിൽ. ഓക്കെ, അഞ്ചാമത്തെ മാസമൊക്കെ അഞ്ചാമത്തെ മാസം, യെസ്, അഞ്ചാമത്തെ മാസം നിങ്ങൾക്ക്, അതായത് മെയ് മാസമൊക്കെ ആകുമ്പോൾ, മെയ് മാസമൊക്കെ ഇത്തിരി ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, നിരാശയൊക്കെ ഉണ്ടാകാം. ആ ഒരു സമയം നിങ്ങൾ അതിജീവിക്കുക തന്നെ വേണം. എങ്കിൽ അത് ഓവറായിട്ട് നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പോസിറ്റീവ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമാജിനേഷൻ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാഷൻ, ഓക്കെ, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളെ സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നാണ് പറയുന്നത്. യു നീഡ് മാനിഫെസ്റ്റേഷൻ, സ്ട്രോങ് ലെവൽ മാനിഫെസ്റ്റേഷൻ ഫോർ എന്തിനാണ് എക്സ് ബാക്ക് സിറ്റുവേഷൻ ഒക്കെ. അതുപോലെ തന്നെ ന്യൂ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോലത്തെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് കിട്ടും, മനസ്സിലായോ? നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ്, ഏത് ബന്ധമാണ്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ എക്സ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും റോങ് ആയിട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് മാറാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ വേണം. നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഫലവത്താവാനുള്ള ചാൻസ് ഉണ്ട്. പോസിറ്റീവായിട്ട് അഫേം ചെയ്തുകൊണ്ടേയിരിക്കുക. യു ഡിസേർവ് ലവ്. സോ നിങ്ങൾ എയിം ചെയ്യുന്നതിനെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ എയിം ചെയ്യുന്ന വ്യക്തി എന്നല്ല, നിങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഈ വ്യക്തിയിലേക്ക് ആർജിച്ച് നിങ്ങളുടേതാക്കാൻ കഴിയും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളുടെ വിഷ് അനുസരിച്ചുള്ള വ്യക്തിയെ. യു ആർ ലവബിൾ. ഓക്കെ, allow your heart and soul to sing with joy. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എങ്ങനെയാണോ അതുപോലെ ഇമാജിൻ ചെയ്യുക. സ്പെൽസ് യൂസ് ചെയ്യുക. എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഫ്ലവർ യൂസ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫ്ലവർ യൂസ് ചെയ്തിട്ട് കേട്ടോ. ആൻഡ് ആസ്ക് ഫോർ ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. പ്രണയത്തിൻ്റെ വർഷമായതുകൊണ്ട് തന്നെ പ്രണയത്തിനുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ലഭിക്കും. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ പറഞ്ഞു ഈ മെയ് മാസമൊക്കെ കുറച്ച് ഡിപ്രഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഈ 2025 കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ കൊണ്ടുവരും. ആ ഒരു സമയം നിങ്ങൾ അതിജീവിക്കുക തന്നെ വേണം. ചെറിയൊരു കാര്യത്തിന് തന്നെ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് പോകരുത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. സ്പെൽ ഓറ റിലേറ്റഡ് സ്പെല്ല് യൂസ് ചെയ്യുക. ഫ്ലവർ ഉപയോഗിച്ചുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പ്രണയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പങ്കാളിയായിരിക്കും നിങ്ങളുടെ പ്രണയം. അതായത് ആഗ്രഹിക്കുന്ന പങ്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തി തന്നെ വേണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ 2025 കൊണ്ടുവന്ന് തരും. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിലൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ടേക്ക് കെയർ, ബൈ.